നമ്മുടെ ഇന്നത്തെ തലമുറകൾ നിസ്സാര വിഷയങ്ങൾക്ക് ത്വരാക്കിലേക്ക് എടുത്തു ചാടുകയാണ്. വൈവാഹിക ജീവിതം തകർക്കപ്പെടുകയാണ്. ദാമ്പത്യ ജീവിതം താറുമാറായി, കുടുംബജീവിതം തകർന്നു, തരിപ്പണമായി. വിവാഹം കഴിച്ച് വിട്ടതേ ഉള്ളൂ, 2 ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോൾ തന്നെ പെണ്ണും ചെക്കനും വേണ്ട എന്ന് വെക്കുക. വിവാഹത്തിന് മുമ്പുള്ളതാകുന്ന പരസ്പരമുള്ള കൂടിക്കാഴ്ചകളും പരസ്പരമുള്ളതാകുന്ന സംസാരങ്ങളും സേവ് ദ ഡേറ്റ് പോലെയുള്ള പ്രോഗ്രാമുകളും തുടങ്ങിയിട്ടുള്ള ആഭാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പാടില്ല എന്ന് ആലിമീങ്ങൾ പറയുമ്പോ ആ വാക്കുകളെ തിരസ്കരിച്ചിട്ട് സേവ് ദ ഡേറ്റ് പോലെയുള്ളതാകുന്ന പരിപാടികൾ ഏതെങ്കിലും ബീച്ച് റോഡുകൾ പുതിയങ്ങാടിലും അല്ലെങ്കിൽ പഴയങ്ങാടിലും ഉള്ളതാകുന്ന ബീച്ചിൻ്റെതാകുന്ന ഭാഗത്തേക്ക് പോയി അന്യരാക്കപ്പെട്ടതാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ കടന്നുറങ്ങിക്കൊണ്ട് മണൽ കടന്നുകൊണ്ടതാകുന്ന ഗോസിപ്പുകളാകുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് കല്യാണത്തിന്റെ ഡേറ്റ് കുറിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ നടത്തി അവസാനം പരസ്പരം 2 പേരുകൾ ഫോൺ വിളിച്ച് ആ ഫോൺ വിളിയിൽ പെണ്ണിൻ്റെതാകുന്ന ഭാഗത്ത് നിന്ന് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്ന പഴയകാല കൗമാരപ്രായത്തിൽ നിലകൊണ്ടിരുന്ന കൗമാരക്കാരെ മുഴുവൻ തിരിച്ചറിഞ്ഞതാകുന്ന ചെറുപ്പക്കാരനായി വരാൻ പോകുന്ന വരൻ അവസാനം പെണ്ണിന് വേണ്ട എന്ന കല്യാണത്തിന്റെ തലേന്ന് തീരുമാനിച്ച് 2 പേരും ഒഴിയാൻ വേണ്ടി തീരുമാനിക്കാൻ നാട്ടുകാരെ മുഴുവനും കല്യാണം വിളിച്ചു. എല്ലാവരും വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. വാപ്പയും ഉമ്മയും സമൂഹവും ഒക്കെ പ്രതിക്കൂട്ടിലാവുകയാണ്. ആരാണ് ഇവിടെ തെറ്റുകാര്? ആലിമീങ്ങളാണോ? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? വാല്യമീങ്ങളാണോ? ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാത്തതിന്റെ ഭവിഷ്യത്ത് ഈ തലമുറയിൽ ഉണ്ടായില്ലേ? ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നിക്കാഹി എന്ന് പറയുന്ന ധാർമ്മിക മൂല്യമുള്ള പവിത്രമാക്കപ്പെട്ട നിക്കാഹിനെ കമ്പോളവൽക്കരിക്കുന്ന തലത്തിലേക്ക് സ്ത്രീധനം എന്ന മഹാവിപത്ത് ഈ സമൂഹം പേറിയില്ലേ? ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കുന്നതിനോടൊപ്പം വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം നേടിയ അധഭൗതിക വിദ്യാഭ്യാസം നേടിയതാകുന്ന പാവപ്പെട്ട പെണ്ണിനെ കൊടുക്കുന്നതിനോടൊപ്പം ആ പെണ്ണിനോടൊപ്പം ലക്ഷക്കണക്കിന് രൂപയും ഭൂസ്വത്തും വേണമെന്ന് വാദിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ ഈ അടുത്ത് നടന്ന ആത്മഹത്യ എന്തിന്റെ പേരിലായിരുന്നു? ഒരു ഡോക്ടർ MBBS ബിരുദധാരിയാകുന്ന ഒരു പെൺകുട്ടി കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു. നാട്ടുകാരും കൂട്ടുകാരും സമൂഹ മാധ്യമങ്ങളും എല്ലാവരും പങ്കുവെച്ചതാകുന്ന ചിത്രം. റോയിസ് എന്ന പേരുള്ളതാകുന്ന ചെറുപ്പക്കാരൻ 50 ലക്ഷം രൂപയും 50 പവനും വലിയൊരു വാഹനം നൽകാമെന്ന് വാഗ്ദാനം പെണ്ണിന്റെ വീട്ടുകാർ കൊടുത്തിട്ട് പോലും പരിപൂർണമായി സംതൃപ്തിപ്പെട്ട് ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അത് പറ്റില്ല. 150 പവൻ വേണം, 15 ഏക്കർ ഭൂമി വേണം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വില കൂടിയതാകുന്ന മുന്തിയ വാഹനമാകുന്ന BMW കാർ ഞങ്ങൾക്ക് വേണമെന്ന് വാശി പിടിച്ച് അവസാനം അനസ്തേഷ്യക്ക് വെക്കുന്ന മരുന്ന് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ആത്മഹത്യയിലേക്ക് എടുത്തു ചാടിയതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമത്താകുന്ന സഹോദരിക്ക് ആരാണ് ഉത്തരവാദി? ആരാണ് അവളെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയത്? ഇത്തരത്തിൽ സ്ത്രീധനത്തിന് വേണ്ടി പരിപൂർണമായി വാദിക്കുന്നതാകുന്ന ചെറുപ്പക്കാര് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നാശമല്ലേ? വീടുകളിൽ പരിപൂർണമായി ഇസ്ലാമികമാകുന്ന അന്തരീക്ഷങ്ങൾ കഴിഞ്ഞുകൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി നമസ്കരിച്ചുകൊണ്ട് നിലകൊണ്ട പാവപ്പെട്ടതാകുന്ന മുസ്ലിം അംഗമാരെ പുറത്തിറക്കിക്കൊണ്ട് ആഭാസങ്ങൾ കാണിച്ചതാകുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ പ്രതിക്കൂട്ടിലാക്കേണ്ട ഈ സമുദായം നമ്മളെല്ലാം തോന്നിവാസം കാണിക്കുക. കല്യാണം വരുമ്പോ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾ എത്രയാണ്? കല്യാണത്തിന്റെ പേരിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രമാണ് വരനും വധുവും വാങ്ങിച്ചു കൂട്ടുന്നത്. 3-4 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ് കല്യാണം, ഓറഞ്ച് കല്യാണം എന്നിങ്ങനെ വ്യത്യസ്ത പേരിട്ട് ആഭാസങ്ങളുടെ പേക്കൂത്തുകളായി ബഫേ സംസ്കാരത്തിന്റെ പാശ്ചാത്യരുടെ സംസ്കാരം അവന്റെ തീന്മേശയിലേക്ക് കൊണ്ടുവച്ചത് ഇവിടുത്തെ ആലിമീങ്ങളാണോ? സമസ്തയുടെ പണ്ഡിതന്മാരാണോ? നിങ്ങൾ പറയും. ദക്ഷിണയുടെ പണ്ഡിതന്മാരാണോ? നിങ്ങൾ പറയും. ആരാണ് ഈ കൂട്ടത്തിലുള്ള മോശപ്പെട്ടതാകുന്ന പ്രവണതയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയത്? സമൂഹം കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എത്രത്തോളം ലോകം മുഴുവനും ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ പരതുന്നവർക്കറിയാം. ഇവിടെ മുസൽമാനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാനാണ് രാത്രികാലങ്ങളിലുള്ളതാകുന്ന ചാനലുകൾ നിറഞ്ഞു തുള്ളുന്നത് എന്ന് ഈ സമുദായം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? സ്ത്രീകൾ അവരുടെ തലയിലിട്ടിരിക്കുന്ന മുഖമക്കന് പോലും ചോദ്യചിഹ്നമാക്കിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ കമ്പോളവൽക്കരിക്കുന്നതിലേക്ക് പാവപ്പെട്ട മുസ്ലിം സഹോദരിമാർക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്നതാകുന്ന സംഘികളും അത്തരത്തിൽ കടന്നു വരുന്നതാകുന്ന മോശപ്പെട്ട ഫാസിസ്റ്റ് ശക്തികളും ഇവിടെ ചാനൽ വന്നുകൊണ്ട് കുരയ്ക്കുമ്പോ അവർക്ക് ഓശാന പാടുന്ന ഇത്തരത്തിലുള്ള നികൃഷ്ടമാകുന്ന പ്രവണതകൾ ഈ സമുദായത്തിന്റെ മക്കൾ കാണിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ആരാണ് ഇവിടെ പ്രതിക്കൂട്ടിലൊക്കെ ചേർക്കാത്തത്? ആരാണ് ഇവിടെ തുറങ്കലടിക്കാത്തത്?
ഇവർക്കെതിരെ മഹല്ലുകൾ, ഇവർക്കെതിരെ ആലിമീങ്ങൾ, ഇവർക്കെതിരെ പ്രഭാഷകർ എല്ലാവരും ഉറഞ്ഞു തുള്ളുമ്പോഴും അവർ ഞങ്ങൾ ഇതൊന്നും മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞ് സ്വന്തം മക്കളുടെ വിവാഹ പന്തലിലേക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വിവാഹ പന്തൽ വീടുമുറ്റമുണ്ടാക്കി ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ വലിയതാകുന്ന നിലയ്ക്ക് കെട്ടിച്ചു വിടാൻ വേണ്ടി തയ്യാറാകുന്ന മുസ്ലിം നാമധാരികളാകുന്ന മഹല്ലിലെ വലിയ വലിയ ഉന്നതരാകുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഇതിനൊന്നും അറുതി ഉണ്ടാവില്ല. ചെയ്യുന്നത് മുഴുവനും വലിയ ആളുകള്. അവന് സ്വന്തം മക്കളുടേതാകുന്ന കല്യാണ സമൂഹത്തിൽ കാണിച്ചിട്ട് വേണം നാട്ടിൽ ഞാൻ വലിയ പണക്കാരനാണെന്ന് അറിയിക്കാൻ. അങ്ങനെയാണല്ലോ വലിയ പണക്കാരൊക്കെ ഇപ്പൊ അവരുടെ പണച്ചാക്കിന്റെ കൊഴുപ്പ് കാണിക്കുന്നത് എങ്ങനെയാ? സ്വന്തം മക്കളെ ബലിയാടാക്കിയിട്ടാണ് ഏതെങ്കിലും ഒരു മണ്ടൂസിന് എത്തിച്ചു കൊടുക്കുക. ഇന്നിപ്പോ നടക്കുന്ന പണക്കാരുടെ കല്യാണം എങ്ങനെയാണ്? ഒരു ഭാഗത്ത് പറഞ്ഞാൽ കച്ചവടവൽക്കരിക്കുകയാണ്, കച്ചവടം തന്നെയാണ്. കാരണം വരനെ കെട്ടിച്ചു വിടുക്കുന്നത് ഏതെങ്കിലും നാട്ടിലുള്ള ദീനീ ബോധമുള്ളതാകുന്ന പെണ്ണിനല്ല, മറിച്ച് ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും എറണാകുളത്തുമുള്ളതാകുന്ന ഏതെങ്കിലും വലിയ വലിയതാകുന്ന കച്ചവടക്കാരന്റെ മകളെ കൊണ്ട് ബിസിനസ്സുകാരൻ അവന്റെ മകളെ കെട്ടിക്കുന്നത് രണ്ടുപേരും തമ്മിലുള്ള കച്ചവടം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാ. യഥാർത്ഥത്തിൽ കെട്ടിക്കേണ്ടത് മതബോധമുള്ളവരെയല്ലേ, മതനിഷ്ഠയുള്ളവരെയല്ലേ, തഖ്വയുള്ളവരെയല്ലേ? കച്ചവടക്കാരൻ അവന്റെ മകളെ മറ്റൊരു കച്ചവടക്കാരന് കെട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാ? രണ്ടുപേർക്കുമിടയിൽ കച്ചവട ബന്ധം സുദൃഢമാകുന്നതിനാ. ഇവിടെ നടക്കുന്നത് കച്ചവടം തന്നെയാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വലിയ മുതലാളിയാകുന്ന കച്ചവടക്കാരൻ സ്വന്തം മകളെ കെട്ടിച്ചു വിടുന്നത് മതബോധവും മതനിഷ്ഠയും തഖ്വയുമുള്ളതാകുന്ന ഒരു സാലിഹത്തായ പെണ്ണിനെയല്ല. മകളെ കെട്ടിച്ചു വിടുന്നത് മറ്റൊരു വരനെയല്ല, മറിച്ച് പിന്നെ എങ്ങനെയാ? ദീനൊന്നും നോക്കുന്നില്ല. നല്ല ബിസിനസ്സുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ബിസിനസ്സുകാരൻ എറണാകുളത്ത് നിന്ന് ആലോചനയുമായി വന്നിട്ടുണ്ട്. അപ്പൊ അയാളെ കെട്ടിച്ചു കൊടുക്കുക. ഈ കെട്ടിടത്തിൽ ഈ മകളും മകനും ഉള്ള ഒത്തൊരുമയോടുകൂടി കെട്ടലോടുകൂടി എന്താ ഇവിടെ നടക്കുന്നത്? വാപ്പാക്ക് അവരുടെ വാപ്പയുമായിട്ടുള്ള കച്ചവട ബന്ധം ദൃഢമാകുക. രണ്ടുപേരും ബിസിനസ് കണ്ടിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. അവസാനം താറുമാറായത് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതമാണ്. കാരണം ഇവളവിടെ കെട്ടിയപ്പോൾ ഒരു മണ്ടൂസിനെയാണ് കെട്ടിയത്. എഴുന്നേക്കാൻ പോലും മേല. കുഴിമന്തിയും കിഴിപൊറോട്ടയും കടപ്പയെ തന്നെ ഉണ്ടാക്കി വെച്ചു കൊടുക്കണം. ഇങ്ങനത്തെ സൈസാണ്. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്. ഞാനിത് പറയുന്നത് വെറുതെ അല്ല, ബുദ്ധിയും ബോധമുള്ളൊരു ചിന്തിക്ക്. നമ്മൾ കച്ചവടം സ്ത്രീധനത്തിന്റെ മാത്രം പറയണ്ട, അല്ലാതെ നടക്കുന്ന കല്യാണത്തിന്റെ കച്ചവടം കൂടി ഉറപ്പിക്ക്. കാര്യത്തിൽ തീരുമാനാകട്ടെ, സമൂഹം തിരിച്ചറിയട്ടെ. ആലിമീങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ ശരിയല്ല എങ്കിൽ നിങ്ങൾ പറയും. ഇവിടെ നടക്കുന്ന കല്യാണങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കച്ചവടവൽക്കരണമല്ലേ? മക്കളെ വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഈ തോന്നിവാസം കാണിക്കുന്നത്? ഈ സമൂഹം അതിന് ഉത്തരവാദിയല്ലേ? എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളാണ് അത്തരത്തിലുള്ള വീടിന്റെ അകത്തലങ്ങളിൽ പോയി കണ്ണീരും കയ്യിലുമായി നിലകൊള്ളുന്നത്. കണ്ണീര് കുടിച്ചു കഴിയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ സുഖമാനായി സുഖാസ്വാദനങ്ങളിൽ എന്റെ മകൾ മുഴുകയാണെന്ന് ആരും ചിന്തിക്കണ്ട. അവൾ തകർന്ന് തരിപ്പണമാവുകയാണ്, മാനസികമായി തകരുകയാണ്. പാപ്പ നടത്തിയ ഒരു ബിസിനസിന്റെ കച്ചവടം മറ്റൊരു ബിസിനസ്സുകാരുമായി കച്ചവടത്തിൽ ഇരയായി പോവുകയായിരുന്നു. മകൾ ഇരയായി പോയതാണ്. അവൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കണം നമ്മുടെ തലമുറകൾ. നിസ്സാരമല്ല. എന്നാൽ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോ പോയി ഒരു കയറമ്മേൽ തൂങ്ങലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ എടുത്ത് കഴിച്ചിട്ട് സ്വന്തം ശരീരത്തെ കേടുപാട് പറ്റിയിട്ട് മരണത്തിലേക്ക് എടുത്തു ചാടലോ ആത്മഹത്യയിലേക്ക് പോകലോ, ഒരു കത്തിയെടുത്തിട്ട് കയ്യിൽ നരമ്പ് മുറിച്ചു A+ കിട്ടാത്തതിന്റെ പേരിൽ +2-ന്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പൂർണ്ണമായി മാർക്ക് കിട്ടാത്തതിന്റെ പേരിൽ കയ്യിൽ നരമ്പ് മുറിച്ചിട്ട് മരിക്കലോ പരിശുദ്ധമായി ഇസ്ലാമിൽപ്പെട്ടതല്ല. ആത്മഹത്യ ഇസ്ലാമിൽപ്പെട്ടതേ അല്ല. കാലാകാലം നരകമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് പറഞ്ഞത്. നമ്മൾ ക്ഷമിക്കണം. നമ്മൾ മുസ്ലിമല്ലേ, മുഅ്മിനല്ലേ? മരണത്തെക്കുറിച്ച് ഭയമില്ലേ? ഖബറിനെ കുറിച്ച് ഓർമ്മയില്ലേ? മഹ്ശറയുടെ ഹിസാബ് നിനക്ക് ഓർമ്മയില്ലേ? ദുനിയാവാണിത്, ഇത് നശ്വരമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ തീരും. കുറഞ്ഞ കാല ജീവിതം. ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ ക്ഷമ അവലംബിച്ച് നിൽക്കുന്നതിന് പകരം എടുത്തു ചാടിയിട്ട് തഅജീലു മിനശ് ശൈത്വാൻ, ഇത്ര ധൃതിക്കുള്ളതാകുന്ന പ്രവണത അത് പിശാചിന്റെ പ്രവണതയിൽപ്പെട്ടതാണ്. അത് നിനക്ക് നാശമായിരിക്കും ഉണ്ടാവുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു. ആരവൻ ഈ ദുനിയാവിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ
വലിയതാകുന്ന പർവ്വത മുകളിലേക്ക് കയറി, വലിയ വലിയ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറി, അതിൽ നിന്ന് താഴേക്ക് ചാടി സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കുന്നവരെ, ആത്മഹത്യ ചെയ്യുന്നതായ സഹോദരാ സഹോദരി, ഫഹുവ ഫീ നാരി ജഹന്നമ, അവൻ കത്തിച്ചൊലിക്കുന്ന നരകത്തിലാണ്, ജഹന്നമിലാണ്. യതറദ്ദാ ഫീ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. നാളെ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുപോയാണ്. നാളെ നിന്നെ എറിയുകയാണ്, നരകത്തിലേക്ക് എറിയുകയാണ്. ആ നരകത്തിൽ വലിയതാകുന്ന മല അല്ലാഹു സൃഷ്ടിക്കുകയാണ്. അതിലേക്ക് കയറാൻ പറയുകയാണ്. കയറാൻ മടിച്ചു നിൽക്കുന്ന നിന്നെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. അതിന്റെ മുകളിലെത്തി താഴേക്ക് ചാടാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. മടിച്ചു നിൽക്കുന്ന നിന്നെ നരകത്തിന്റെ മുകളിലത്തെ തട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ്. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാ. നഊദു ബില്ലാഹ്. നിലത്തേക്ക് വന്ന് വീഴുന്ന മനുഷ്യ തല വന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്, രക്തം വാർന്നൊഴുകുകയാ, മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. യതറദ്ദാ ഫീ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. കാലാകാലം നരകത്തിലാണ്. ഇതേ ശിക്ഷ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആവർത്തിച്ച് നൽകുകയാ. മരണത്തിലേക്ക് പോയ നിനക്ക് വീണ്ടും ആത്മാവ് ഊതപ്പെടുകയാണ്. വീണ്ടും ഇതാ പർവ്വതത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. അതിൽ നിന്ന് താഴേക്ക് നീ വീഴുകയാണ്, തല പൊട്ടിത്തെറിക്കുകയാണ്, രക്തം വാർന്നൊലിച്ച് മരിക്കുകയാണ്. വീണ്ടും ആത്മാവിനെ നൽകുകയാണ്, വീണ്ടും പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാ. ഈ ദുനിയാവിൽ ഏതൊക്കെ നിലയിലാണോ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, അതേ നിലയിൽ തന്നെ നരകത്തിൽ കാലാകാലം ശിക്ഷിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. ومن تحسى صما فهو يتحسى في نار جهنم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ തഹസ്സാ സുമ്മാ, ആരും ഈ ദുനിയാവിൽ വിഷമടിച്ചുകൊണ്ട് മരിച്ചവരില്ലയോ, അങ്ങനെ ചത്തുപോയതാകുന്ന ആളുകൾ നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസുമ്മുഹു ബിയദിഹി, അവന്റെ കൈകളിലേക്ക് വിഷക്കുപ്പി കൊടുക്കുകയാണ്. യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. കാലാകാലമാ ശിക്ഷ കൊണ്ട് അല്ലാഹു നരകത്തിൽ ശിക്ഷിക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. പള്ളിയുടെ അകത്തളത്തിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചറബിലേക്ക് ആദ്യമായിട്ട് 3 പ്രാർത്ഥനകൾ നടത്തുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന, ഹുക്മൻ യുസാദിഫു ഹുക്മി, അല്ലാഹുവേ പടച്ചറബേ, ഈ പള്ളിയുടെ അകത്തളത്തിൽ വെച്ചുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹ് എനിക്ക് ന്യായമായ വിധി നടപ്പിലാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയാണ്. പിഴവില്ലാതെ കുറ്റമറ്റ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നീതി നടപ്പിലാക്കാൻ, ന്യായമനുസരിച്ചുകൊണ്ട് വിധിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എനിക്ക് ശേഷം മറ്റൊരാൾക്കും നൽകാത്തതാകുന്ന അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി എന്നെ നീ ആദരിക്കണേ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. ജിന്ന സമൂഹത്തെ അടക്കി ഭരിച്ച വ്യക്തിയല്ലയോ, മനുഷ്യരെ അടക്കി ഭരിച്ചതാകുന്ന വ്യക്തിയല്ലയോ, ലോകരാജ്യങ്ങളെ ജീവജാലങ്ങളെ അടക്കി ഭരിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു സുലൈമാൻ നബിക്ക് മാത്രമാണ് ലോകത്ത് നൽകിയതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 1,24,000 അംബിയാ മുർസലീങ്ങൾ കടന്നു വന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല
തആല ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരത്തിന്റെ പരമോന്നത പദവി അല്ലാഹു വകവെച്ചു കൊടുത്തത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണ്. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പുനർനിർമ്മാണം നടത്തി വാപ്പ വെച്ചെടുത്ത് നിന്ന് തുടങ്ങി വെച്ച് അത് പൂർത്തീകരിച്ചതാകുന്ന മകനായ ചക്രവർത്തിയായ പ്രവാചകനായ സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ പള്ളിയുടെ അകത്തളത്തിൽ കയറി നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമതായി സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ വഅല്ലാ യഅതിയ അഹദുൻ ഇലാ ഹാദൽ മസ്തലാത ഫീ ഇല്ലാ വസല്ലാ ഫീഹി റകഅതൈൻ. ആ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ ഖറജ മിൻഹു, ആ പള്ളിയിൽ അവൻ പുറപ്പെടുമ്പോ അവനെ അല്ലാഹുവേ നീ മാറ്റണേ കയൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ അവനെ പ്രസവിച്ചതാകുന്ന ദിവസം പോലെ, നവജാത ശിശുവിനെ പോലെ പാപ സുരക്ഷിതത്വമുള്ളവനാക്കി മാറ്റണേ അല്ലാ. അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് നവജാത ശിശുവിനെ പോലെ നീ സ്ഫുടം ചെയ്തതാകുന്ന കുട്ടിയെ പോലെ അവനെ നീ മാറ്റണേ റബ്ബേ. ഈ പള്ളിക്ക് അത്തരത്തിലുള്ള പവിത്രത നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ പ്രാർത്ഥനയും അല്ലാഹു കേൾക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ജെറുസലേമിലെ ഫലസ്തീനിലെ പള്ളിയിലേക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ഏത് മനുഷ്യൻ യാത്ര ചെയ്തവോ, ഏതൊരു സഹോദരനോ സഹോദരിയോ ആ പള്ളിയിലെത്തിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഒരു സാദാസീത പള്ളിയായി പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയെ നീ കാണരുതേ, കാണരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഈ സംഭവം വിവരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പരിശുദ്ധ മദീനയിൽ നിന്ന് 2000 കിലോമീറ്റർ താണ്ടിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഒട്ടകത്തിന്റെ പുറത്ത് ആ കാലഘട്ടത്തിൽ ദീർഘമാകുന്ന യാത്ര പ്രയാസമാണ്, ദുർഘടമാകുന്ന പാതയാണ്, മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്, മസ്ജിദുൽ അഖ്സയിൽ എത്തണം, പവിത്രമായ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അവിടെ നിസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം ഉറപ്പാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ചെന്നു, ആ പള്ളിക്കുള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാകുന്ന മനുഷ്യനാണ്, ഒരു സാദാസീത വ്യക്തിയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ പരിപൂർണമായി കൊണ്ടുവന്ന വ്യക്തിയാണ്. റസൂലുള്ളാഹി എന്ത് പറഞ്ഞോ, റസൂലുള്ളാഹി എന്ത് ചെയ്തോ, റസൂലുള്ളാഹി എവിടെ ഇരുന്നോ, റസൂലുള്ളാഹി എവിടെ കടന്നോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെല്ലാം നന്മയിൽ വ്യാപൃതനായിട്ടുണ്ടോ അതെല്ലാം ചെയ്യുകയും പ്രവർത്തിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തതായ സ്വഹാബിയല്ലയോ, മുത്തബിയു സുന്ന എന്ന ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയല്ലയോ. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് നിസ്കരിച്ച് ദുആ ചെയ്ത് പുറത്തിറങ്ങുമ്പോ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ആളുകൾ വെള്ളം കൊടുക്കുകയാണ്, അദ്ദേഹത്തെ സൽക്കരിക്കുകയാണ്. കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്തേ കഴിക്കാത്തത്, എന്തേ കുടിക്കാത്തത്? നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. ലാ യുരീദു ഇല്ല സ്വലാത്ത ഫീ, ലോകത്തിൻ്റെതാകുന്ന മറ്റു കോണുകളിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിലല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലാതെ കടന്നു വന്നുകൊണ്ട് നിസ്കരിക്കുന്നവർക്കാണ് നവജാത ശിശുവിന്റെ കൂലി ലഭിക്കുക. ആ കൂലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ സൽക്കാരം സ്വീകരിച്ചാൽ അത് നഷ്ടപ്പെട്ടെങ്കിലോ, നിങ്ങളുടെ സൽക്കാരത്തിന് ഞാൻ കൂട്ടാക്കുന്നില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ചലിപ്പിച്ചുകൊണ്ട്
ഫലസ്തീന് മണ്ണിൽ നിന്ന് കണ്ണീരോടുകൂടി യാത്ര പറഞ്ഞതാകുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 സ്ഥലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമത്രേ. 4 സ്ഥലങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുകയാണ്. ഒന്ന് പരിശുദ്ധമായ കഅബയാണ്, മറ്റൊന്ന് എന്റെ മദീനയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് ദമസ്കാണ്. സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ നിന്ന് 4 സ്ഥലങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് നാളെ ചേർക്കുമത്രേ. അതിൽപ്പെട്ടതാകുന്ന സ്ഥലവുമാണ് അൽ മസ്ജിദുൽ അഖ്സ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന പള്ളികൾ 3 എണ്ണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദാ. 3 പള്ളികളിലേക്കാണ് നിങ്ങൾ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് യാത്ര പോകേണ്ടത്. ഒന്ന് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമാണ്, കഅബ സ്ഥിതി ചെയ്യുന്ന പവിത്രമായ പള്ളിയാണ്. ആ പള്ളിക്ക് ഒരു സാദാസീത മഹത്വമല്ല. അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 10,000 കോടി റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ നേട്ടമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താദിൽ രേഖപ്പെടുത്തിയതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2ാമത്തെ പള്ളി, നിങ്ങൾ യാത്ര ചെയ്യൽ പുണ്യമാക്കപ്പെട്ടതാകുന്ന 2ാമത്തെ പള്ളി എന്റെ പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൻ നബവിയാണ്. ആ പവിത്രമാക്കപ്പെട്ട പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 10,000 റക്അത്ത് നിസ്കരിച്ച നേട്ടമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3ാമത്തെ പള്ളി, ലോകത്ത് മറ്റൊരു പള്ളിക്കും ഇത്രയേറെ പവിത്രതയില്ല. 3ാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം പണി കഴിപ്പിച്ച പള്ളിയാണ്. മകനാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ചതാകുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ അകത്തളത്തിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച നേട്ടമാണെന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫലസ്തീനിലേതാകുന്ന പള്ളികളൊക്കെ തകർക്കപ്പെട്ടു. 68ഓളം പള്ളികളാണ് ഫലസ്തീനി മക്കൾക്ക് നഷ്ടപ്പെട്ടത്. അൽ മസ്ജിദുൽ കബീർ, അവിടുത്തെ ഏറ്റവും വലിയ പള്ളികൾ വരെ തകർക്കപ്പെട്ട ചിത്രം ഈ അടുത്ത് ഗസയുടെ തെരുവോരങ്ങളിൽ നഷ്ടപ്പെട്ടതാകുന്ന പള്ളിയുടെ കണക്കുകൾ എടുത്തിട്ടപ്പോ 68ഓളം മിനാരങ്ങളാണ് തകർക്കപ്പെട്ടത് എന്ന് അറിയണം. നമ്മളിവിടെ നിസ്കരിക്കാൻ പള്ളിയുണ്ട്, പക്ഷേ പള്ളിയുടെ അകത്തളത്തിലേക്ക് ഇബാദത്തെടുക്കാനും നിസ്കരിക്കാനും ആളുകൾ കുറയുന്ന കാലഘട്ടം. ഫലസ്തീനിലെ മക്കൾക്ക് പള്ളിയുടെ അകത്തളങ്ങൾ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഉള്ള പള്ളികൾ മുഴുവനും തകർക്കപ്പെട്ടിട്ട് അതിന്റെ മിനാരങ്ങളുടേതാകുന്ന കുബ്ബകൾ തകർക്കപ്പെട്ടിട്ട് അതിന്റെ ചാരത്തിരുന്ന് കട്ടകൾ പിറക്കിയെടുത്ത് വെച്ചുകൊണ്ട് അടുത്ത പള്ളി എന്ന് കിട്ടുമെന്ന് കരുതി പൊട്ടിക്കരന്നുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ഫലസ്തീനി മക്കളുടേതാകുന്ന ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. നിസ്കരിക്കാൻ അവർക്ക് പള്ളിയില്ല. നമുക്ക് പള്ളി ഇഷ്ടം പോലെയുണ്ട്, നിസ്കരിക്കാൻ ഒറ്റ ഒരുത്തനും ഇല്ല. നേരെ തിരിച്ച് അവർക്ക് നിസ്കരിക്കണം, പള്ളിയില്ല. നമുക്ക് പള്ളിയുണ്ട്, നിസ്കരിക്കാൻ ആളില്ല. എന്ത് വിരോധാഭാസമാണ്. ഒരേ കാലഘട്ടത്തിൽ നടക്കുന്ന പ്രതിഭാസമെന്ന് ഓർത്തോണം. ഇവിടെ ഇത് നടക്കുമ്പോൾ തന്നെ അവിടെ ഇത് നടക്കുകയാണ്. നമ്മൾ സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ഉറങ്ങാജി, അല്ലാഹു നമ്മളെ കാക്കട്ടെ, എങ്ങനെ നന്നാവും. എന്നിട്ട് പറയും, മക്കളെ ഉസ്താദേ ജോലിയില്ല ഉസ്താദേ, എങ്ങനെ ജോലിയും കൂലിയും വരും, എങ്ങനെ നമുക്ക് ജോലി കിട്ടും, എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും, എങ്ങനെ നമ്മുടെ മക്കൾ സാലിഹീങ്ങളാകും. നാളെ നീ മരിച്ച് നിന്റെ ഖബറിന്റെ ചാരത്ത് ഏത് മനുഷ്യനാ വരിക, ഏത് മകനാ വരിക? കാരണം നീ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധമില്ല, ദീനുമായി ബന്ധമില്ല, പള്ളിയുമായി ബന്ധമില്ല, ആലിമീങ്ങളുമായി ബന്ധമില്ല, മുത്തഅല്ലിമീങ്ങളുമായി ബന്ധമില്ല, ദീനുമായിട്ടുള്ള സഹായിയായി നീ വർത്തിക്കുന്നില്ല. ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ചങ്ങനെ പോവാൻ പിന്നെ എങ്ങനെ രക്ഷപ്പെടും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. സ്വഹാബാ 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ കടക്കൂല സ്വഹാബാ. ആദരവായ പ്രവാചകൻ 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലങ്ങൾ 4 സ്ഥലങ്ങളാണ്. 4
4 സ്ഥലങ്ങളാണ്. ഒന്നെന്റെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മദീനയാണ്, രണ്ടാമത്തത് കഅബയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് വത്തൂർ തുരിസിന പർവ്വതമാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവുമായി സംസാരിച്ചതാകുന്ന പർവ്വതമാണ്. ഈ 4 സ്ഥലങ്ങളിൽ ആര് കടക്കൂല? ദജ്ജാൽ വരൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരായി ദജ്ജാൽ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹിദ് ദജ്ജാൽ. കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന എല്ലാ അംബിയാ മുർസലീങ്ങളും അവരുടെ സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാകുന്ന ഒരേ ഒരു വ്യക്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രവാചകന്മാരും ആദം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ശീസ് നബി അലൈഹിസ്സലാമും യൂസുഫ് നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാമും സക്കരിയ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും അതത് സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാകുന്ന ഒരേ ഒരു വ്യക്തി ആരെന്നറിയുമോ? ഇല്ലാ അനിൽ മസീഹി അദ്ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്ന കടന്നു വരുമേ, ദജ്ജാലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാലിന് കടക്കാൻ പറ്റൂല സ്വഹാബ. ഒന്ന് കഅബയാണ്, രണ്ടെന്റെ മദീനയാണ്, മൂന്നാമത്തത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് തൂരിസിന പർവ്വതമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി തങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് തന്നെ വീണ്ടും പറയുകയാണ്, മാഫി ബൈത്തുൽ മഖ്ദിസി മൗളിഉ ശിബ്രിൻ ഇല്ലാ വഖദ് ഖാമ ഫീഹി നബിയ്യുൻ ഔ സജദ ഫീഹി മലക്കുൻ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ ഒരു ചാണിന് സ്ഥലമില്ല. ഒന്നില്ലെങ്കിൽ അവിടെ മലക്ക് സുജൂദ് ചെയ്ത സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടെ നബിമാര് നിസ്കരിച്ചതാകുന്ന ഭൂമിയാണ്. അത്രയേറെ ശ്രേഷ്ഠതയുള്ളതാകുന്ന സ്ഥലമാണ് മസ്ജിദുൽ അഖ്സയുടെ അകത്തളമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ ഒരു ചാണന് സ്ഥലമില്ല. അവിടെയൊക്കെ ആര് നിസ്കരിച്ചിട്ടുണ്ട്? നബിമാർ. അവിടെയൊക്കെ ആര് നിന്ന് സുജൂദ് ചെയ്തിട്ടുണ്ട്? മലായിക്കത്ത്. ഇസ്രാ മിഅ്റാജ് രാവിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത് അവിടെയല്ലേ? മസ്ജിദുൽ അഖ്സയിലെത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1,23,999 അംബിയാ മുർസലീങ്ങൾക്കും ഇമാമായി നിസ്കരിച്ചില്ലേ? ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിസ്കരിച്ചു? മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ എല്ലാ നബിമാർക്കും ഇമാമായി നിസ്കരിച്ചു. അതാണ് നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ആ പള്ളിയുടെ ഓരോ സ്ഥലത്തും ആര് സുജൂദ് ചെയ്തിട്ടുണ്ട്? നബിമാർ സുജൂദ് ചെയ്തിട്ടുണ്ട്. പോണ്ടേ? നിസ്കരിക്കണ്ടേ? പോണ്ടേ? ഇപ്പൊ പോയ വെടിവെക്കും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമുക്കവിടെ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്ത് വെച്ചാക്ക നടക്കും. നിയ്യത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയ്യത്ത് വെച്ചാൽ നടക്കാത്തതൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിൽ നല്ല കരുത്ത് വേണം. അല്ലാതെ വെടിയുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും എന്ന് പറഞ്ഞിരുന്ന ഖിയാമത്ത് നാൾ വരെ ഒന്നും നടക്കൂല. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അള്ളാഹു നമ്മുടെ ഇവിടെ എത്തിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും ആ പുണ്യഭൂമിയിൽ എത്തുവാനും മസ്ജിദുൽ അഖ്സയിലും പവിത്രമാക്കപ്പെട്ട കഅബയിലും പുണ്യമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയിലും ഒക്കെ നിസ്കരിച്ച് എല്ലാ മഹത്വവും സമ്മേളിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാകട്ടെ. മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണത്. പള്ളികൾ നിസ്സാരമല്ല, പള്ളികൾ നിസ്സാരമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗളു ഇലല്ലാഹി അസ്വാഖുഹാ. ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാകുന്ന സ്ഥലം, ഈ ഭൂമിയിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന സ്ഥലം അതവന്റെ പള്ളികളാണ്, പള്ളികളാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന സ്ഥലം, അല്ലാഹുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന സ്ഥലങ്ങൾ അത് പള്ളികളാണ്, പള്ളികളാണ്. അവന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. അല്ലാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം, ഏറ്റവും ക്രോധമുള്ളതാകുന്ന സ്ഥലം, അവൻ ഏറ്റവും കോപമുള്ളതാകുന്ന ഒരേ ഒരു സ്ഥലം അസ്വാഖുഹാ, നാട്ടിലെ പട്ടണങ്ങളാണ്, ചന്തകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം കമ്പോളത്തിന് എപ്പോഴും ഒച്ചപ്പാടും ബഹളാണ്. പള്ളിയിൽ അങ്ങനെയല്ല, അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചെല്ലുന്ന നല്ല സ്വാധീനങ്ങളാണ്. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ സദാസമയം നിലകൊള്ളുന്നതാകുന്ന ആളുകളില്ലയോ? ഒരു കച്ചവടമോ ഒരു ബിസിനസ്സുമോ ദുന്യാവുമായിട്ടുള്ള ഒരു ബന്ധമോ അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് തടസ്സമല്ലാത്തതാകുന്ന നല്ല സച്ചരിതരാകുന്ന പുരുഷന്മാർ, അവർ അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ കൂടിയിട്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതിനെ, അവനെ സ്മരിക്കുന്നതിനെ, അവനെ വാഴ്ത്തുന്നതിനെ, അവനെ പുകഴ്ത്തുന്നതിനെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ, നിസ്കരിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിൽ തലകുനിച്ച് നിലകൊള്ളുന്നതിനെ അല്ലാഹു അനുവാദം നൽകിയിരിക്കുകയാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്. എന്തിനാണ് ഈ പള്ളികൾ, എന്തിനാണ് ഇത്രയേറെ പള്ളികൾ കേരളത്തിൽ എന്ന് പറയുന്ന മുഅ്മിനീങ്ങൾ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. അല്ലാഹുവേ, അത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്തകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പള്ളിയുടെ അകത്തളത്തിൽ ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്ന മനുഷ്യ, ഇത് റബ്ബിൻ്റെതാകുന്ന ഭവനമാണ്, ഭവനമാണ്. ഈ പള്ളിയുടെ അകത്തളത്തിൽ കൂടിയിട്ട് അല്ലാഹുവിനെ സ്മരിക്കലാണ് വേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. നബിയേ, നബിയേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ്. സഹാബത്തിന് അർത്ഥം മനസ്സിലായില്ല. ഫഖാലൂ, ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, വമൽ ഹാലു വൽ മുർതഹീലു യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ, അറിയിക്കുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമതാ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്താൽ വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണിതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഖത്മ തീർക്കലാണ്. ഫാത്തിഹ മുതൽ നാസ് വരെ വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങുകയാണ്, വീണ്ടും ഖുർആൻ ഖത്മ തീർക്കുകയാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും
വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്. ഇങ്ങനെ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഖുർആനുമായിട്ടുള്ള ബന്ധം വെക്കുന്ന ഏതൊരു ഉപ്പയുണ്ടോ, ഏതൊരു ഉമ്മയുണ്ടോ, ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, സഹോദരിയുണ്ടോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്ര ഖത്മായി? 30, 40, 50, 60 വയസ്സുള്ളവരില്ലേ? അവനവന്റെ ആയുസിൻ്റെതാകുന്ന എണ്ണം കണ്ടിട്ട് ഖത്മുകൾ തീർത്തതാകുന്ന മുസൽമാന്മാർ ഇന്ന് നമുക്കിടയിലുണ്ടോ? പഴയ കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഹിഫ്ദ് ചെയ്യുകയും ആ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതങ്ങൾ ചിട്ടവെക്കുകയും ചെയ്തതാകുന്ന ഹാഫിളീങ്ങളായ മക്കളുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുകയും മറക്കുകയും ചെയ്യുന്നു. ഖുർആനുമായിട്ടുള്ള ബന്ധമില്ല. മദ്രസയിൽ +2 തരം വരെ പഠിക്കുന്ന പ്രിയപ്പെട്ട മകൾ, പഠിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മകൻ വീടിന്റെ അകത്തളങ്ങളിൽ യാസീൻ പോലും ഓതാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറി. അഹ്ലുസുന്നയുടെ പ്രവർത്തകനാണ് നീ. സൂറത്തുൽ വാഖി ഓതിയാൽ ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് ഇന്ന് നമ്മുടെ മക്കൾ മാറ്റിയെടുത്തു. നമ്മൾ ഓതുന്നില്ല. സൂറത്തുൽ വാഖിയ നമുക്ക് അന്യമായി പോയി. ഖബർ ജീവിതത്തിൽ നിന്ന് രക്ഷകെട്ടാൻ സൂറത്തുൽ മുൽക്ക് പഠിപ്പിച്ചു. നമ്മൾ ഓതുന്നില്ല. സൂറത്തുൽ മുൽക്ക് ഓതാത്തവനായി മാറി. നമ്മൾ പിന്നെന്താ ഓതുന്നത്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്യുമായിരുന്നു സൂറത്ത് യാസീൻ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പെൺമക്കൾ അധികരിച്ചതാകുന്ന എന്നോട് റസൂലുള്ള പ്രത്യേകം പറഞ്ഞതാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, സൂറത്തുൽ വാഖിയ നീ പഠിക്കണേ. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, നിന്റെ പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുക്കണേ എന്നും നബിയുനാ റസൂലുള്ളാഹി. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്നതായ പാവപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിനുള്ളിലേക്ക് രാത്രി കടന്നു വരുമ്പോ ആ ഭർത്താവിന് ആശ്വാസത്തിൻ്റെതാകുന്ന തിരുനാളം കൊടുക്കാൻ സൂറത്തുൽ വാഖിയ പെണ്ണെ നിന്റെ ജീവിതത്തിൽ നിത്യമാക്കൽ അനിവാര്യമാണ്. ഭർത്താവ് നിനക്ക് വേണ്ടി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോ നീ ആ ഭർത്താവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വീട്ടിനുള്ളിൽ ഖുർആൻ ഓതട്ടെ. ശുദ്ധിയുള്ള സമയങ്ങളിൽ സൂറത്തുൽ വാഖിയൊക്കെ നല്ലതുപോലെ ഓത്. ദുനിയാവ് കിട്ടാൻ സൂറത്തുൽ വാഖിയ, ആഖിറം കിട്ടാൻ സൂറത്തുൽ മുൽക്ക്. പരലോക ജീവിതം റാഹത്താകാൻ, ഖബറിൽ ഇടുക്കമില്ലാതിരിക്കാൻ, ഖബറിൽ ഞെരുക്കമില്ലാതിരിക്കാൻ, ഖബറിൽ അദാബിനെ തൊട്ട് കാവൽ കിട്ടാൻ സൂറത്തുൽ മുൽക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. അല്ലാഹുവിന്റെ റസൂൽ രാത്രി ഉറങ്ങാറില്ലായിരുന്നു. 2 സൂറത്തുകൾ പാരായണം ചെയ്യാതെ ഉറങ്ങില്ല, ഉറക്കമില്ല. ഒന്ന് സൂറത്തു സജദയാ, മറ്റൊന്ന് സൂറത്തുൽ മുൽക്കാണ് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരൊറ്റ ദിവസം ഒരു ഓതാതൊരിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓതുവോ? നമ്മൾ ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. ബാക്കിയുള്ളതിനൊക്കെ ഇഷ്ടം പോലെ സമയം. ഖുർആൻ ഓതാൻ സമയം കിട്ടിയില്ല എന്നാ പറയല്. എപ്പോഴും അതന്നെ പരാതി. എല്ലാ റമദാനിലും ഖത്തം തീർത്തിരുന്നതാ ഉസ്താദെ, ഈ റമദാനിൽ ഖത്തം തീർക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ പോരായ്മയാണ്. നമ്മൾ അതിന് സമയം കണ്ടെത്തില്ല. എന്തിനെ നമ്മൾ താല്പര്യം വെക്കുന്നോ തീർച്ചയായിട്ടും അള്ളാഹു അതിന് സമയം തരും. താല്പര്യം ഉണ്ടാവണം. മറ്റെന്തെങ്കിലുമാണ് താല്പര്യം. ഇപ്പൊ സിനിമ കാണാനാണ് താല്പര്യമെങ്കിൽ 2.5 മണിക്കൂർ വരുന്ന നീ സിനിമ കാണുമല്ലോ. OTT പ്ലാറ്റ്ഫോമിൽ നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ വരുന്ന എല്ലാ സിനിമകളും പൈസ അടച്ചിട്ട് കൃത്യമായിട്ടിരുന്ന് കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. തിയേറ്ററിൽ പോയി പടം കാണുന്നതാകുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ മണിക്കൂറുകൾ നിനക്ക് ചെലവഴിക്കാൻ സമയമുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഡെയിലി 1 മണിക്കൂർ സമയം വേണ്ട, 1 അരമണിക്കൂർ വെച്ചെങ്കിലും പാരായണം ചെയ്യാൻ സമയമില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥ മോമിനല്ല. നിന്റെ ഈമാനിനെ നീ ചോദ്യം ചെയ്യുന്നവനാണ്. നമ്മൾ പിന്നെന്താ മോമിന്, പിന്നെന്താ ചെയ്യുന്നത്? വേറെന്താ വർക്ക്? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഖത്മ തീർക്കുന്നവരാകണം. സ്വഭാവം നന്നാവും ഉറപ്പാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിയൽ ഖുലൂബ തസ്ദഉ
കമാ യസ്ദഉൽ ഹദീദോ, നിശ്ചയം ഈ ഹൃദയത്തിനെ കറപിടിക്കും സഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിനെ കറപിടിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഫഖാലൂ, ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുമ്പോൾ അത് കളയാനുള്ള മാർഗം ഞങ്ങൾക്കറിയാം. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് കറപിടിക്കുമ്പോ ആ ഹൃദയത്തെ സ്ഫുടം ചെയ്യാനുള്ളതായ മാർഗം എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. അടുത്ത സെക്കൻഡിൽ നീ മരിക്കുമെന്നുള്ള ഓർമ്മ തീർച്ചയായിട്ടും നിന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കേണ്ടവനാണ്, ഇന്നല്ലെങ്കിൽ മുട്ടമ്പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നാളെ എന്നെ കൊണ്ടുവന്ന ഖബറടക്കുമെന്നുള്ള ചിന്തയുള്ളതാകുന്ന മനുഷ്യ, അതോർത്തുകൊണ്ട് നിസ്കരിക്കുന്നതായ സഹോദരി, അതോർത്തുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന ചെറുപ്പക്കാരാ, അതോർത്തുകൊണ്ട് ഉംറ ചെയ്യുന്ന ഉമ്മ, അതോർത്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുന്നവരെ, തീർച്ചയായിട്ടും മനസ്സ് നന്നാകുമേ എന്ന് നബിയോനാ ഷഫിയോനാ റസൂലുള്ളാഹി. മരണത്തെ കുറിച്ചുള്ള ഓർമ്മ അത്രയേറെ മുസൽമാന് പ്രാധാന്യമാണ്. അവന്റെ ഹൃദയം തിളങ്ങാൻ വിളങ്ങാൻ പരിപൂർണമായി ആത്മീയമാകുന്ന പ്രോജ്വല പ്രഭയിലേക്ക് നിന്റെ ഹൃദയത്തെ കൊണ്ടുപോകാൻ ഉപകരിക്കുന്ന അമലാണ് മരണത്തെ കുറിച്ചുള്ള ചിന്ത. തീർന്നില്ല തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. ഖുർആൻ പാരായണം ചെയ്താൽ ഹൃദയത്തിന്റെ കറ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.